സിപിഎമ്മിന്റെ സംസ്ഥാനത്തെ പരമോന്നത അച്ചടക്ക സമിതിയായ കൺട്രോൾ കമ്മീഷന്റെ അധ്യക്ഷനായി തെരഞ്ഞെടുക്കപ്പെട്ട കായംകുളം സ്വദേശി അഡ്വക്കേറ്റ് കെ.എച്ച്. ബാബുജാന് ആ സ്ഥാനലബ്ധി അർഹതയ്ക്കുള്ള അംഗീകാരം തന്നെയാണ്. 80കളിൽ തന്നെ പൊതുരംഗത്ത് സജീവമായിരുന്ന ബാബുജാൻ കൂടുതൽ ശ്രദ്ധേയനാകുന്നത് വിദ്യാർത്ഥി യുവജന പ്രക്ഷോഭങ്ങളുടെ മുന്നണി പോരാളി എന്ന നിലയിലൂടെയായിരുന്നു. സിപിഎമ്മിന്റെ അച്ചടക്ക സമിതി എന്ന സുപ്രധാന ഘടകത്തിന്റെ അധ്യക്ഷനായി തെരഞ്ഞെടുത്തിരിക്കുകയാണ് കായംകുളം സ്വദേശി അഡ്വക്കേറ്റ് കെ.എച്ച്. ബാബുജാനെ. ജില്ലയിലെ പ്രധാന സിപിഎം നേതാക്കളിൽ ഒരാളായ കെ.എച്ച്. ബാബുജാന് ഈ സ്ഥാനലബ്ധി അർഹതയ്ക്കുള്ള അംഗീകാരമായിട്ടാണ് വിലയിരുത്തുന്നത്. 80കളിൽ പൊതുരംഗത്ത് സജീവമായ ബാബുജാൻ വിദ്യാർത്ഥി യുവജന സമരങ്ങളിലൂടെ മുന്നണി പോരാളിയായാണ് ശ്രദ്ധേയനായത്. പ്രത്യയശാസ്ത്ര ബോധത്തെ ഉൾക്കരുത്താക്കി നേതൃനിരയിൽ അചഞ്ചലമായ നിലപാടുകളുമായി പ്രവർത്തിക്കുന്ന ബാബുജാന് ആരോപണങ്ങളുടെ കൂരമ്പുകൾ ഏറെ ഏൽക്കേണ്ടി വന്നിട്ടുണ്ടെങ്കിലും പാർട്ടിയുടെ ശരിയെയും നൈതികതയും ഉയർത്തിപ്പിടിച്ച് അവയ്ക്കെതിരെ ശക്തമായ പ്രതിരോധം തീർത്ത് തന്റെ സാമൂഹ്യ പ്രതിബദ്ധത ഉയർത്തിക്കാട്ടാൻ എല്ലാ കാലത്തും അദ്ദേഹത്തിന് കഴിഞ്ഞിട്ടുണ്ട്. അതുല്യമായ ഈ പാർട്ടിക്കൂറ് തന്നെയാണ് അതിസുപ്രധാനമായ സ്ഥാനത്തേക്ക് എതിരില്ലാതെ ബാബുജാനെ എത്തിച്ചതും. SFIയിലൂടെ പൊതുപ്രവർത്തനം തുടങ്ങിയ കെ.എച്ച്. ബാബുജാൻ SFI കായംകുളം ഏരിയ സെക്രട്ടറി, ജില്ലാ പ്രസിഡന്റ്, സംസ്ഥാന ജോയിന്റ് സെക്രട്ടറി, കേന്ദ്ര കമ്മിറ്റി അംഗം, വിദ്യാർത്ഥി പ്രതിനിധിയായി കേരള സർവകലാശാല സിൻഡിക്കേറ്റ് അംഗം തുടങ്ങിയ ചുമതലകൾ വഹിച്ചു. ആലപ്പുഴ ജില്ലാ പഞ്ചായത്ത് അംഗം, വിദ്യാഭ്യാസ സ്ഥിരം സമിതി അധ്യക്ഷൻ, തുടർന്ന് ആലപ്പുഴ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ്, കേരള സർവകലാശാല സിൻഡിക്കേറ്റ് അംഗം, ഇതിൽ തന്നെ ഫിനാൻസ് സ്ഥിരം സമിതി അധ്യക്ഷൻ എന്നിങ്ങനെ നിരവധി സ്ഥാനങ്ങൾ കെ.എച്ച്. ബാബുജാൻ വഹിച്ചിട്ടുണ്ട്. CPM കായംകുളം, ഭരണിക്കാവ് ഏരിയ കമ്മിറ്റികളുടെ സെക്രട്ടറി, ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം എന്നിങ്ങനെയും പ്രവർത്തിച്ചു. അധ്യാപികയായ നിഷയാണ് ഭാര്യ. മകൻ അമിതാഭ് ജാൻ വിദ്യാർത്ഥിയാണ്. CDNet ന്യൂസ്, കായംകുളം.